എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഈ എൻ്റെ ചുണ്ടക്കിടക്കുന്ന കളറില്ലേ അതിനെക്കുറിച്ചാണ്. ലിപ്സ്റ്റിക് ചിലർക്കൊക്കെ ഭയങ്കര പരാതിയാണ്. എന്തുവാ ചേച്ചി ഇത്രയും ലിപ്സ്റ്റിക് ഇടുന്നതെന്ന്, എന്തുവാ ചേച്ചി ഇത് ചോരയാണോ ലിപ്സ്റ്റിക് ആണോ എന്ന്. ഞാൻ ഇടുന്ന പോസ്റ്റിനകത്തല്ല എനിക്ക് ലിപ്സ്റ്റിക് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മീൻസ് നെഗറ്റീവ് കമൻസ് ലിപ്സ്റ്റിക്കിനെ കുറിച്ച്. എന്നാൽ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ലിപ്സ്റ്റിക്ക് സാധാരണ സ്ത്രീകൾ വിവാഹത്തിന് മുമ്പായിരുന്നു പണ്ടൊക്കെ ഉപയോഗിച്ചത്. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ യൗവനകാലത്ത് ഒരു 20 വയസ്സൊക്കെ 20-25 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ നോക്കിയ സമയത്തൊക്കെ ഞാൻ കണ്ട ആളുകളൊക്കെ വിവാഹ ശേഷമാണ് ഈ കളറുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പഠിത്തം കഴിഞ്ഞ കുട്ടികൾ, അതായത് കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ വഴക്ക് പറയും. എന്നാലും ചിലരൊക്കെ ഉപയോഗിക്കും, കളറ് കുറഞ്ഞതൊക്കെ ഉപയോഗിക്കും, ലിപ് ഗ്ലോസ് ഒക്കെ ഉപയോഗിക്കും. അന്നേരം അധികം കളറില്ല, പക്ഷേ ചുണ്ടുകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, തൊലി കട്ടി പിടിക്കത്തില്ല, തൊലി ഇളകി പോകത്തില്ല, ചുണ്ട് കടിച്ച് പറിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ലിപ്സ്റ്റിക്ക് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ചുണ്ടയിലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. ഒന്നീ നാക്കിട്ട് നീട്ടി കഴിക്കും, ഇങ്ങനെ നാക്കിട്ട് നീട്ടി കടിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ചുണ്ട് മപ്പ് കടിച്ചുകൊണ്ടിരിക്കും. അതെന്തിനാണെന്നറിയോ? ചുണ്ട് ഉണങ്ങുന്നതുകൊണ്ടാണ്. അങ്ങനെ പലതവണ ചെയ്ത് കഴിയുമ്പോൾ എന്തറിയാം, ചുണ്ടിലെ തൊലിയെല്ലാം അങ്ങ് കട്ടിയാകും. ഇവിടെ ഈ ഭാഗത്ത് മിക്കവാറും താഴത്തെ ചുണ്ടിൽ ആ തൊലി കട്ടിയാകുന്നത്. എന്നിട്ട് അത് പതുക്കെ പിന്നെ കടിച്ച് പറിച്ചെടുക്കാൻ തുടങ്ങും. അന്നേരത്തേന് ചുണ്ട് പൊട്ടും, പിന്നെ ചുണ്ടിന് ഒരു വികൃത രൂപമൊക്കെ ആകും. കാണുന്നവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും ഇവിടെ ചുണ്ടെന്തായി മുറിഞ്ഞിരിക്കുന്നതെന്ന്. അത് സാധാരണ സംഭവിക്കുന്നതാണ്. ചിലരൊക്കെ ചുണ്ട് പൊട്ടാതിരിക്കാൻ വേറെ എന്തെല്ലാം കിട്ടും, എന്തിനാ ഇത്രയും കളർ ഇടുന്നതെന്നൊക്കെ ചിലർ ചോദിക്കും. കളറെന്ന് പറയുന്നത് നമ്മൾ ഈ ഓഫീസിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക്, വീട്ടിലിരിക്കുന്നവരാരും അങ്ങനെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ല. കേരളത്തിലെ പ്രായമുള്ള സ്ത്രീകൾ, എൻ്റെ പ്രായമുള്ളവരൊന്നും ഉപയോഗിക്കാറില്ല. കാരണം അവർക്ക് അവിടെ എന്താ പറയുന്നത്, അവിടെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. കേരളത്തിലുള്ളവർ കളിയാക്കും, എന്തുകൂടി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് വേറെ എന്തോ മീനിങ് മനസ്സിൽ കാണും. എന്തോന്ന് എനിക്കറിയില്ല, എനിക്കറിയാത്തത് കൊണ്ട് അറിയില്ല. പക്ഷേ പറയും, അവിടെ ചുണ്ടിൽ കളറൊക്കെ ഇട്ടോട്ടുള്ള പോക്ക് കണ്ടില്ലയോ. അപ്പം നമ്മൾ ഇപ്പം എന്നെപ്പോലെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കല്യാണത്തിന് മുമ്പേ ലിപ്സ്റ്റിക് ഒന്നും ഇടത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക് ഇടാതെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും നമ്മളോട്, നിൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ, നീ എന്താ ലിപ്സ്റ്റിക് ഇടാത്തതെന്ന്. അപ്പോൾ അങ്ങനെ ഞാനതൊരു ശീലമാക്കി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ശീലമാക്കി കേട്ടോ. അതിന് മുമ്പൊന്നും ഇടത്തില്ലായിരുന്നു. അപ്പം ചോദിക്കുക, നോർത്തിലുള്ളപ്പോൾ ഇട്ടാൽ പോരാ, എന്തിനാ കേരളത്തിൽ വരുമ്പോൾ ഇടുന്നത്. അപ്പം അത് തുണി കൊടുക്കുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ തുണി കൊടുക്കാതെ മറ്റുള്ളവർക്ക് പോകുമ്പോൾ ഉടുത്തുവെച്ച് നടക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മളൊരു ശീലം പഠിക്കുന്നതനുസരിച്ച് അത് പിന്നെ അങ്ങ് ശീലമാക്കും. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും, ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, എൻ്റെ മുഖത്ത് ഞാൻ മോയ്സ്ചറൈസർ പോലും ഇട്ടിട്ടില്ല, കുളി കഴിഞ്ഞ് വന്നിരുന്നതാണ്. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടെന്ന് പറയുന്നതിന് എനിക്കെന്താ ബുദ്ധിമുട്ട്. അപ്പം ഇത് ഇടുന്നത് എന്തിനാണെന്നറിയാം, ഒന്ന് നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡാർക്ക് കളറുള്ള ലിപ്സ്റ്റിക് ഇടണമെന്നാണ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നത്. പിള്ളേരെ പഠിപ്പിക്കുന്ന അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ. അപ്പം നമ്മുടെയൊക്കെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് അവരേതെങ്കിലും കോഴ്സൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവർ നമ്മളോടും പറഞ്ഞു തരും, മമ്മി അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. മീൻസ് കിട്ടുന്ന അങ്ങിടത്തേ ഉള്ളായിരുന്നു ലിപ്സ്റ്റിക്. എനിക്ക് പക്ഷേ ഡാർക്ക് കളറാണ് ഇഷ്ടമെന്നേ ഉള്ളൂ. ലൈറ്റ് കളറിന് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഡ്രസ്സിനോടാണേലും എല്ലാം ഒന്നി വെള്ള പ്യുവർ വൈറ്റ്, ഒരു എന്തൊന്നും ഇല്ലാതെ, കുത്തുപണിയും കെട്ടുപണിയും ഒന്നും ഇതിനകത്ത് ഇല്ലല്ലോ. അപ്പോൾ വർക്കൊന്നും ഇല്ലാത്ത ഡ്രസ്സുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഒരുപാട് വർക്കുള്ള ഡ്രസ്സോ ഒരുപാട് ഭാരമുള്ള ഡ്രസ്സോ ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ല. അതിപ്പോൾ സാരി ആണെങ്കിലും ഒത്തിരി ഭാരമുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്കധികം വർക്കില്ലാത്ത സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാര്യമോ, അല്ലെങ്കിൽ ഒറ്റ കളറിലെ സിൽക്കോ, അല്ലെങ്കിൽ ലൈൻ ബോർഡർ ആയിട്ടുള്ള എന്തെങ്കിലും, അത് ബോർഡറിൽ പോലും എനിക്ക് ഒരുപാട് വർക്ക് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്കുള്ള ഡ്രസ്സുകളും മെറ്റീരിയൽ പോലും എനിക്കിഷ്ടമല്ല. പക്ഷേ നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെയൊന്നുമല്ല. അവർക്ക് വേറെ ഒരു ഇതാണല്ലോ, അവരുടെ മൂടൊക്കെ വേറെ, അവരുടെ ട്രെൻഡൊക്കെ വേറെയാണല്ലോ. അവർക്ക് കൂടുതൽ അറിവുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൈറ്റായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ഡാർക്ക് കളർ ഇടുമ്പോൾ ഒരു എളുപ്പമുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സർവ്വതും കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരു പ്രതീതിയാണ്. മീൻസ് ഒരു എന്താണ്, നമുക്കൊരു മനസ്സിനൊരു സന്തോഷമായതാ. കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. നമ്മൾ തന്നെ നമ്മളെ കണ്ണാടി നോക്കുമ്പം ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗിയുണ്ട്. പക്ഷേ ഇത് ഇട്ടില്ലെങ്കിൽ ചിലരുടെ ചുണ്ട് കറുത്തിരിക്കുന്ന ഇപ്പം ആർക്കും ചുണ്ട് കറുത്തിരിക്കുന്നത് ഇഷ്ടമല്ല. എല്ലാവരും ഓരോ നിറമുള്ള പൂക്കളോടാണ് ചുണ്ടുകളൊക്കെ ഉപമിക്കാറ്. കവികൾ പോലും കണ്ടിട്ടില്ലേ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, കവിതകൾ വായിക്കുമ്പോൾ സ്ത്രീയെ ഉപമിക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾ ഏതെങ്കിലും മാതളപ്പഴത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഓരോന്നിനും കളറുണ്ടല്ലോ, ഓരോന്നിൻ്റെ ഓരോ കളർ വെച്ച്
വെച്ചോണ്ട് ആ റൂമിൽ അല്ലെ റോസപ്പൂവിൻ്റെ ചുവന്ന റോസപ്പൂവിൻ്റെ മുട്ടുകളുടെ കളർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുണ്ടിൻ്റെ കളർ ഉപയോഗിക്കും. നമുക്ക് ലിപ്സ്റ്റിക്ക് മാർക്കറ്റിൽ ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, നല്ല കമ്പനിയുടെ സാധനം വാങ്ങിക്കണേന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ലോക്കൽ സാധനം മേടിക്കുവാണേലും, അതായത് വില കുറഞ്ഞ എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാലും ഒരു തവണ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ ചൊറിഞ്ഞ് പൊട്ടും, പിന്നെ അവിടെ ചുണ്ട് തടിക്കും. അങ്ങനെ ഒരു തവണ ഇടുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാതിരുന്നാൽ മതി. കാരണം നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഐറ്റം മനസ്സ് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചില കമ്പനിയൊക്കെ നല്ല ഇച്ചിരി വിലയുണ്ടായിരിക്കും, പക്ഷേ ഇപ്പോൾ വില കുറഞ്ഞതും കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. പക്ഷേ നല്ല കമ്പനികളൊക്കെ നല്ല വില കുറഞ്ഞ ലിപ്സ്റ്റിക്ക് കൊടുക്കാൻ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണം. ഇതൊക്കെ അവരും കച്ചവടത്തിന് വേണ്ടി ഇരിക്കുന്നത്, നമുക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഇപ്പം എന്നെ ഒരുപാട് പേര് ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കും, ഓ ഇത്രയും പ്രായമായിട്ടും നമുക്ക് ഇപ്പോഴും ലിപ്സ്റ്റിക്ക് വേണമെന്ന്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടും ചിലർ പറയും, എന്തോ ചേച്ചി ഈ ചുണ്ടയിൽ എന്തോ കളറായത്, അയ്യോ ചോരയ്ക്ക് പോലും ഇത്രയും കളറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെന്താന്ന് പറയും. പക്ഷേ അത് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് മതി. മീൻസ് വേറെ ഒന്നും ഇല്ലെങ്കിലും, മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും തലയിൽ കുത്താൻ, മുടി ഉണങ്ങി ഇപ്പം നനഞ്ഞ മുടിയാണ്ട് ഞാൻ അഴിച്ചിട്ടാണ്. അപ്പോൾ മുടി ഉണങ്ങി കഴിയുമ്പോൾ കുത്താനൊരു സ്ലൈഡോ അല്ലെങ്കിൽ ചെയ്യാനൊരു ചീപ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പൊട്ട് കുത്തുവോ അല്ലെങ്കിൽ കണ്ണെഴുതുവോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കങ്ങനെ ഇല്ല. ചിലപ്പോൾ ഞാൻ പൊട്ട് കുത്താറേ ഇല്ല. ചെറുപ്പത്തിലൊക്കെ തൊടുമായിരുന്നു, പ്രായമായ പിന്നെ അതൊക്കെ നിർത്തി. പിന്നെ ഈ കണ്ണെഴുതുന്ന പരിപാടി ചില സമയത്ത് നമുക്ക് തോന്നും ഇച്ചിരി കണ്ണെന്ന് എഴുതിയാലോ എന്ന്. പക്ഷേ എൻ്റെ കണ്ണ് എഴുതി കഴിഞ്ഞാൽ എന്താണെന്നറിയാം, പടന്ന് ഇങ്ങനെ താഴോട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ഇരിക്കും. കാരണം ഞാനിങ്ങനെ തിരുമിയിരിക്കും. കൺമഷി തേച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്നേരം തിരുമൽ തുടങ്ങും. അത് ലൈനറൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇത്രയും പ്രായമായിട്ട് ഇനിയിപ്പോൾ ലൈനറിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെ തന്നെ കണ്ണെഴുതാതെയാണ് എൻ്റെ കണ്ണുകൾക്ക് സൗന്ദര്യമെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ആണോ? എൻ്റെ കണ്ണ് എഴുതി കഴിഞ്ഞാൽ കൊള്ളത്തില്ലെന്നാണ് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം പറയുന്നത്. എന്നെ അറിയാവുന്നവരെല്ലാം പറയും, അയ്യോ ആലിസേ കണ്ണെഴുതരുതേ, കണ്ണെഴുതി കഴിഞ്ഞാൽ കൊള്ളത്തില്ലെന്ന്. പക്ഷേ ചിലപ്പോൾ ഞാനിങ്ങനെ ചില മൂഡിനൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെച്ച് കണ്ണെ തേക്കാറുണ്ട്. പക്ഷേ പുളിച്ചു അത് കണ്ണ് നീറി പിന്നെ തിരുമി പിന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടയ്ക്കേണ്ടി വരും. അതേ പരുവത്തിൽ ഇവിടെ അമ്മമാരെ കാണത്തില്ല, ചില പിശാചുക്കളുടെ അത് പറഞ്ഞല്ലോ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളാണ്. മീൻസ് ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് ഗുണമെന്നു പറഞ്ഞാൽ നമ്മുടെ ചുണ്ട് പൊട്ടത്തില്ല. നല്ല ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടാൽ മതി രാവിലെ തൊട്ട് വൈകോളം. ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടാക്കുന്ന പെട്ടെന്ന് പോകത്തില്ല. 9 to 5 എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് ഇട്ടാൽ വൈകിട്ട് 5 മണി വരെ ഇടുന്നത്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഇത് പോകത്തില്ല, വെള്ളം കുടിച്ചാലും പോകത്തില്ല. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇപ്പം ലിപ്സ്റ്റിക് ഇടുന്നവരുടെ സ്വഭാവം മോശമാണെന്നൊന്നും ആരും ചിത്രീകരിക്കരുത്. ലിപ്സ്റ്റിക് ഇടുന്നവർ മോശമൊന്നുമല്ല. ലിപ്സ്റ്റിക് ഇടാതെ തുണി ഫുള്ള് കവർ ചെയ്ത് നടക്കുന്നവരൊക്കെ ഇന്നത്തെ കാലത്ത് മോശം. ഇച്ചിരി ന്യൂ ജനറേഷനിലെ പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കില്ല. അവരുടെ സ്വഭാവം മോശമൊന്നുമല്ല. എല്ലാവരെയും ഒന്നും അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടരുത്. പക്ഷേ മോശമായിട്ട് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ സാരി എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട്. നമ്മൾ എക്സ്പീരിയൻസ് വെച്ചാൽ പറയുന്നത്. ഇപ്പം സാരി ഉടുക്കുന്നവരെല്ലാം നല്ലവരോ അല്ലെ ജീൻസും ഷർട്ടും ഇടുന്നവരെല്ലാം മോശമോ അങ്ങനൊന്നും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ ജനറേഷനിൽ കിട്ടുന്നതാണ്. അവർ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ചിലരുടെ കഴിവുകളാണ്. നല്ലതായിട്ട് ജീവിക്കണോ ചീത്തയായിട്ട് ജീവിക്കണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ വേറൊരാളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരാളുടെ ഡ്രസ്സ് കണ്ടിട്ട് അവരുടെ സ്വഭാവം മോശമാണെന്ന് പറയണ്ട. ഒരാൾ ഡ്രസ്സിൻ്റെ ഫുള്ള് കവർ ചെയ്ത് നടക്കുമ്പോൾ അവർ നല്ല ഡ്രസ്സിങ് ആണെന്ന്, അപ്പോൾ അവരുടെ സ്വഭാവം നല്ലത് അങ്ങനൊന്നും ഇല്ല. അപ്പോൾ ഈ രണ്ട് തരത്തിൽ കൂട്ടറിലും ഉണ്ട്. അത് നമുക്ക് അത് പോട്ടെ. പക്ഷേ ലിപ്സ്റ്റിക് ഇടുന്നത് കൊണ്ട് നമുക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെ വെച്ച് പറയുവാണ്, എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അല്ല നാട്ടുകാരെ കാണിക്കാനോ വീട്ടുകാരെ കാണിക്കാനോ ഒന്നും അല്ല. ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും വീട്ടിൽ ഞാൻ പെരയ്ക്കകത്ത് തന്നെ മാസങ്ങളോളം കഴിയുവാണെങ്കിലും, ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് വീട്ടിൽ തന്നെ. പക്ഷേ ഞാനെന്നും എനിക്ക് ഇച്ചിരിയെങ്കിലും എഴുന്നേറ്റ് ഒന്ന് കുളിക്കാനുള്ള എന്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആകാനുള്ള ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ പോയി രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അതൊക്കെ ആണുങ്ങളൊക്കെ കൂടെ കിടക്കുന്നവരെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ഒന്ന് ചെയ്ത് കെട്ടി ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു സംതൃപ്തിയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മോയ്സ്ചറൈസർ മുഖത്ത് പുരട്ടുകയും ചെയ്യാം, അല്ലാതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ തെറ്റിദ്ധാരണ എന്തിനാണ് അങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നതെന്ന്. ഇത് നമ്മുടെ ചുണ്ട് പൊട്ടത്തില്ല, ഒന്ന് നമ്മുടെ ഒരു സംതൃപ്തി, പിന്നെ കാണുമ്പോൾ ഒരു ഭംഗി, നമ്മുടെ ചുണ്ടിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് എടുത്തറിയാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെറുപ്പക്കാരാണെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ആണുങ്ങൾ അടുത്തോട്ട് ചെല്ലത്തില്ല. അവർക്ക് പേടി അവരുടെ ഉടുപ്പയിലൊക്കെ പറ്റുമോ. അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം പെപ്പിളാർ തോണ്ടി വേണേൽ തേച്ച് വെക്കും, അല്ല ശല്യത്തിനും ചെന്ന് കഴിഞ്ഞാൽ. അത് മതി അന്ന് വീട്ടിൽ ചെന്ന് കലഹം ഉണ്ടാക്കാനായിട്ട് നിൻ്റെ ഉടുപ്പിലെവിടുന്നാടാ, അല്ലെ ചേട്ടൻ്റെ ഉടുപ്പിലെവിടുന്ന ലിപ്സ്റ്റിക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞതാ. അപ്പോൾ ലിപ്സ്റ്റിക്ക് തൊട്ട് പെണ്ണുങ്ങളുടെ അടുത്തോട്ട് ആണുങ്ങൾ അധികം ശല്യത്തിന് ചെല്ലത്തില്ല, അത് പ്രത്യേകിച്ച് ഡാർക്ക് കളറാണെങ്കിൽ. അതുകൊണ്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും ഞാൻ പറയുക, ലിപ്സ്റ്റിക് ഇട്ട സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഒരാവശ്യമില്ല. അവർ വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. മോശമുള്ളവരും കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല സ്വഭാവമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, അവരെ കുറ്റമൊന്നും പറയരുത്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുക. ഓക്കെ, ഇനി ഇത് ഇടുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു സമയത്ത് നിങ്ങളോട് വിവരിച്ച് പറയാം. നമസ്തേ.